ഈ കാരണവർ വധക്കേസിലെ ഷെറിനെ പുറത്തുവിട്ടതിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് CPM എന്ന് പറഞ്ഞ പാർട്ടിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരും കൊടുക്കുന്ന സന്ദേശം എന്താ? അതെന്ത് പോസിറ്റീവ് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? ഷെറിന് എന്തെങ്കിലും കറക്ഷൻ നടന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അവർക്ക് കറക്ഷൻ നടന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ല നടപ്പിന് ശുപാർശ ചെയ്തതിനു ശേഷം അവർ മറ്റൊരു വിദേശ വനിതയെ ആക്രമിച്ച കേസിലെ പ്രതിയാകുന്ന സാഹചര്യമുണ്ടല്ലോ, അത്തരത്തിൽ ആക്ഷേപം നേരിടുന്നുണ്ടല്ലോ, ജയിലിൽ അത്തരത്തിൽ മോശം നടപ്പുകാരിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പൊ CPM എന്തിന്റെ പേരിലാണ് ഷെറിനെ പുറത്തുവിട്ടത്? ഇനി ഒരു കാര്യത്തിന് പ്രകാശ് മാസ്റ്റർക്ക് മറുപടി പറയാൻ പറ്റുമോ? കണ്ണൂർ ജില്ലയിലെ ജയിൽ ഉപദേശക സമിതിയിൽ 2 കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള P. ജയരാജൻ എന്ന് പറഞ്ഞ CPM സംസ്ഥാന കമ്മിറ്റി അംഗമുണ്ടല്ലോ. P. ജയരാജൻ എന്ന് പറഞ്ഞ CPM സംസ്ഥാന കമ്മിറ്റി അംഗം 2 കൊലക്കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജയിൽ ഉപദേശക സമിതിയിൽ നിർത്താൻ പറ്റുന്നത്? അതിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? നിങ്ങൾ പറയണം, P. ജയരാജൻ എന്ന് പറഞ്ഞ കൊലക്കേസ് പ്രതിയെ ജയിൽ ഉപദേശക സമിതിയിൽ വെച്ചിട്ട് അവരുടെ നല്ല നടപ്പിന് മാർക്കിടാനായിട്ട് നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് CPM എന്ന് പറഞ്ഞ പാർട്ടിയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കൊടുക്കുന്നത്? ഡോക്ടർ ജിൻഡോ ജോൺ, ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നതിൽ വലിയ പ്രശ്നമുണ്ട്. ഇന്നലെ സൗമ്യയുടെ അമ്മ മിക്കവാറും മാധ്യമങ്ങളിലൊക്കെ ചർച്ചയ്ക്കിരിക്കുകയാണ്. ആ സ്ത്രീ ഇത്രമേൽ വിധി വേട്ടയാടിയ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, ഉള്ളവരെല്ലാം പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട ഒരമ്മ ഇന്നലെ ഗോവിന്ദചാമി ജയിൽ ചാടിക്കഴിഞ്ഞ് നേരെ അവരെ പോയി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല വീണ്ടും കേരളത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അത് കേരളത്തിൽ ബാക്കിയുള്ള പെൺകുട്ടികളെ കുറിച്ച് ഓർത്താണ്, അവരുടെ അമ്മമാർ തിന്നേണ്ടി വരുന്ന വേദനയെ കുറിച്ച് ഓർത്താണ്. ആ സുരക്ഷ സംവിധാനത്തിനുണ്ടാകുമെന്ന ഉറപ്പിന്മേലാണ് ഈ പറയുന്ന വലിയ ശിക്ഷ, തൂക്കുകയർ എന്ന് പറയുന്ന ശിക്ഷയ്ക്ക് ഇളവ് നൽകി നിയമ സംവിധാനം ജയിലിലടയ്ക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. പക്ഷെ അത് ചെയ്യാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ആര് മറുപടി പറയും? ഡോക്ടർ ജിൻഡോ ജോൺ. അല്ല മാധു, അതിന് മറുപടി പറയാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഈ സർക്കാർ എന്ന് പറഞ്ഞ ഈ സിസ്റ്റം തന്നെയാണ്. കാരണം സൗമ്യയുടെ അമ്മയുടെ ആ സങ്കടം നമ്മൾ ഇന്നലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരുന്നതാണ്. കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ഇത്തരത്തിലുള്ള ആശങ്ക ഇന്നലെ പങ്കുവെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ സുരക്ഷയില്ല എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് സുരക്ഷയില്ലാത്തത്. സകല ക്രിമിനലുകൾക്കും എല്ലാവിധ സുരക്ഷയും കിട്ടുന്ന ഒരിടമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം TP ചന്ദ്രശേഖരൻ കേസിലെ കൊലപാതകികൾക്ക്, കൊടും കുറ്റവാളികൾക്ക് പരമാവധി പരോള് നൽകുകയാണ്. അനധികൃതവും അധികൃതവുമായിട്ടുള്ള രീതിയിൽ എല്ലാ രീതിയിലും കൊടുക്കുന്നു. കഞ്ചാവ് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു, ജയിലിൽ ഇരുന്നുകൊണ്ട് സ്വർണം പൊട്ടിക്കലിന് നേതൃത്വം കൊടുക്കുന്നു, തട്ടിക്കൊണ്ടുപോലും കൊട്ടേഷൻ എടുക്കുന്നതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു, മൊബൈൽ ഫോണും ഇന്റർനെറ്റ് ഫെസിലിറ്റി എല്ലാം കിട്ടുന്നു, സുഭിക്ഷമായിട്ട് സുഖലോലുപതയിൽ അവരോട് ജീവിക്കുന്നു. അതുപോലെ ഗോവിന്ദചാമി അടക്കമുള്ളവർക്കും എല്ലാ സുരക്ഷയും അവിടെയുണ്ട്. ആ സുരക്ഷയുള്ളത് കൊണ്ടാണ് ഒരു പോറലും ഏൽക്കാതെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടി ഗോവിന്ദചാമിക്ക് പുറത്തു പോകാൻ പറ്റിയത്. ഞാൻ മാധു ഒരു ചോദ്യം ചോദിച്ചത് നേരത്തെ കടന്നുപോയി, അതിന് പ്രകാശ് മാസ്റ്റർ കൃത്യമായിട്ട് അതിൽ തൊട്ടില്ല. അതുകൂടി കണക്ട് പറയാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ, പുതിയൊരു ജയില് നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട്, അതായത് പുതിയ ജയിലുകൾ നിർമ്മിക്കുന്നു, സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ സർക്കാർ പുതിയ ജയിലുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഈ ജയിലുകൾ നിർമ്മിച്ച് ഊരാളുങ്കൽ സൊസൈറ്റി പോലെയുള്ള ഇവരുടെ തന്നെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് കൊടുത്ത് അതിന്റെ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയൊരു അരക്ഷിതാവസ്ഥ ബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദചാമിയെ ഇത്തരത്തിലുള്ള ആളുകൾ തന്നെ തുറന്നു വിട്ടതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കണം. കാരണം മാസങ്ങളായിട്ട് അയാളുടെ ആ ശരീരഭാരം കുറയ്ക്കുന്നു, ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിക്കുന്നു, ജയിലഴികൾ മുറിക്കുന്നു, സകല എളുപ്പത്തിലും സൗകര്യത്തോടു കൂടി പുറത്തേക്ക് പോകുന്നു. AI ക്യാമറയൊക്കെ സ്ഥാപിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുന്ന ആക്ഷേപം നേരിടുന്ന ഒരു സംസ്ഥാനമാണിത്. AI ക്യാമറ ഒന്നും ഇത് കണ്ടുപിടിക്കുന്നില്ല. ഏതൊക്കെയോ CCTVയിൽ ഗോവിന്ദചാമി വളരെ സ്ലോ മോഷനിൽ നടന്നു പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും മണിക്കൂർ ഇട്ടിട്ടും ഗോവിന്ദചാമിയെ നമ്മൾ പോലീസല്ല പിടിച്ചത്, നാട്ടുകാരും മാധ്യമങ്ങളും കൂടി പിന്നാലെ നടന്ന് ജാഗ്രതയോടെ കണ്ടുപിടിച്ചത് കൊണ്ട് എളുപ്പത്തിൽ കിട്ടി. അപ്പോൾ ആളുകളുടെ ഇടയ്ക്ക് ഒരു ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് പുതിയ ജയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട വാർത്തകൾ തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തടയപ്പെടുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്തതാണോ എന്ന് പോലും സംശയിക്കണം. കാരണം ഈ സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് അത്തരത്തിൽ സംശയത്തോടെ കാണാൻ പറ്റുള്ളൂ. ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു നിലപാടിൽ നമ്മൾ നാളിതുവരെ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ജയിൽ ചാടിയവരെ കുറിച്ചിട്ട് കോൺഗ്രസിന് എതിരെ അഭിപ്രായമാണ്. ഞങ്ങൾക്കെതിരെ അഭിപ്രായമാണ്. ജയിൽ ചാടിയ ഗോവിന്ദചാമിയോടും ഞങ്ങൾക്കെതിരെ അഭിപ്രായമാണ്. നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികളോടും അതുപോലെ നിങ്ങൾ തുറന്നു വിട്ട ഷെറിൻ വധക്കേസിലെ ഷെറിനോടും ഒക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് 2 തവണയിൽ കൂടുതൽ ഷെറിന്റെ കാര്യം പരാമർശിച്ചതുകൊണ്ട് ഞാനൊന്ന് പറയുകയാണ്. ഈ പറയുന്ന നല്ല നടപ്പ് അല്ലെങ്കിൽ ഈ ഇത്രയും കാലം പൂർത്തീകരിച്ച ഒരാൾ എന്ന നിലയ്ക്ക് തുറന്നു വിടുന്നു, ആദ്യം സർക്കാർ അങ്ങനെ ശുപാർശ വെക്കുന്നു, പിന്നീട് അത് ഗവർണർ ഒപ്പുവെക്കുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതിനിടയിൽ പോലും
ഈ പറയുന്ന സ്ത്രീക്കെതിരെ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഒരു വിദേശ വനിതയുമായി ബന്ധപ്പെട്ട് അവരെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു കേസ്. അതിനിടയിൽ ഈ ആദ്യം ഇവരെ പുറത്ത് അയക്കാം എന്ന തീരുമാനം ശുപാർശ ചെയ്യപ്പെട്ടതിന് ശേഷം ഈ പുറത്തിറക്കുന്നതിനിടയിൽ അവിടെ തടവിൽ വന്ന ഒരു വിദേശ വനിതയെ ആക്രമിച്ചു എന്ന കേസിൽ അവർക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോയി. എന്നിട്ടും പുറത്തിറങ്ങാൻ കഴിയുന്ന സംവിധാനം എന്ന് പറയുമ്പോൾ അതിനുശേഷം സഹതടവുകാരിയുടേതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് ഷെറിൻ അവിടെ ജീവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് നേരത്തെ പറഞ്ഞ ഈ റിസോർട്ട് എന്ന ശ്രീ വി രാജേഷ് നേരത്തെ പറഞ്ഞ റിസോർട്ട് എന്ന കാര്യത്തിലൊന്നും നമുക്ക് തർക്കം ഉന്നയിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങൊരു ഗൂഢാലോചന സിദ്ധാന്തം പറഞ്ഞപ്പോൾ ശ്രീ പ്രകാശ് മാസ്റ്റർ അദ്ദേഹത്തിന് അതിൽ ഒരു എതിരഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. ഒരു കൈ മാത്രമുള്ളൊരു മനുഷ്യൻ ഈ പറയുന്ന മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഇലക്ട്രിക് ഫെൻസിങ്ങിനെ പോലും അതെങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്ന് പഠിച്ച് പ്രാവർത്തികമാക്കി പുറത്തിറങ്ങുന്ന കാലത്താണ് അത്തരം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് ആളുകൾ സംശയരൂപേണ ഉന്നയിക്കുമ്പോൾ അത് പരിഹസിക്കപ്പെടുന്നത്. അല്ല മാധു, ഞാൻ സാമാന്യമായ അല്ല ഗോവിന്ദ അല്ല പ്രകാശ് മാസ്റ്റർ, ഞാൻ പ്രകാശ് മാസ്റ്റർ ഞാൻ സാധാരണ മനുഷ്യനാ. എന്നെ കുറിച്ചിട്ട് എൻ്റെ ഒരു സാമാന്യ ബോധത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒറ്റ കൈയുള്ള ഗോവിന്ദച്ചാമിക്ക് 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കിടക്കാനൊക്കെ അതുപോലെ ഇലക്ട്രിക് ഫെൻസിംഗിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല എന്നുള്ള അറിവൊക്കെ കിട്ടുന്നത്, ഇത്രയും സൗകര്യങ്ങൾ കിട്ടുന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഒരു സാധാരണക്കാരന് സംശയിക്കാനുള്ള അവകാശമെങ്കിലും നിങ്ങൾ അനുവദിച്ചു തരുമല്ലോ, അതിൽ നിന്നാ പറയുന്നത്. ഇനി ഷെറിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷെറിൻ കാരണം ഷെറിനെ അവരുടെ നല്ല നടപ്പ് ആ സംശയം നിങ്ങൾ പിണറായി വിജയനോട് ചോദിക്കണം. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹത്തോട് ചോദിക്കണം ആ സംശയം. ഈ ഷെറിന് ശേഷം കുറ്റക്കാരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയായിരുന്നു. അന്നും കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട്, അവിടെ തടവുകാരുണ്ട്. അതെ, പിണറായി വിജയൻ മാത്രമല്ല ആഭ്യന്തരമന്ത്രി, ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയായിരുന്നു. അന്നും കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട്. കണ്ണൂരെന്തോ ഒരു കാര്യം, കണ്ണൂരെന്തോ മഹാമോശാണ്. കണ്ണൂർ നിങ്ങൾക്ക് പാർട്ടിയുണ്ട്. അല്ല, കണ്ണൂർ ജില്ലക്കാരെ എന്നെ പിടിച്ചില്ല. ഞാനൊരു കാര്യം പ്രകാശ് മാസ്റ്റർ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം താങ്കളോട് ചോദിക്കട്ടെ. ഈ കാർണവർ വധക്കേസിലെ ഷെറിനെ പുറത്തു വിട്ടതിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് CPM എന്ന് പറഞ്ഞ പാർട്ടിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരും കൊടുക്കുന്ന സന്ദേശം എന്താ? അതെന്ത് പോസിറ്റീവ് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? ഷെറിന് എന്തെങ്കിലും കറക്ഷൻ നടന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അവർക്ക് കറക്ഷൻ നടന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ല നടപ്പിന് ശുപാർശ ചെയ്തതിനു ശേഷം അവർ മറ്റൊരു വിദേശ വനിതയെ ആക്രമിച്ച കേസിലെ പ്രതിയാകുന്ന സാഹചര്യമുണ്ടല്ലോ, അത്തരത്തിൽ ആക്ഷേപം നേരിടുന്നുണ്ടല്ലോ, ജയിലിൽ അത്തരത്തിൽ മോശം നടപ്പുകാരിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പൊ CPM എന്തിന്റെ പേരിലാണ് ഷെറിനെ പുറത്തുവിട്ടത്? ഇനി ഒരു കാര്യത്തിന് പ്രകാശ് മാസ്റ്റർക്ക് മറുപടി പറയാൻ പറ്റുമോ? കണ്ണൂർ ജില്ലയിലെ ജയിൽ ഉപദേശക സമിതിയിൽ 2 കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള P ജയരാജൻ എന്ന് പറഞ്ഞ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ടല്ലോ. P ജയരാജൻ എന്ന് പറഞ്ഞ CPM സംസ്ഥാന കമ്മിറ്റി അംഗം 2 കൊലക്കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജയിൽ ഉപദേശക സമിതിയിൽ നിർത്താൻ പറ്റുന്നത്? അതിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? നിങ്ങൾ പറയണം. P ജയരാജൻ എന്ന് പറഞ്ഞ കൊലക്കേസ് പ്രതിയെ ജയിൽ ഉപദേശക സമിതിയിൽ വെച്ചിട്ട് അവരുടെ നല്ല നടപ്പിന് മാർക്കിടാനായിട്ട് നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് CPM എന്ന് പറഞ്ഞ പാർട്ടിയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും കൊടുക്കുന്നത്? മറുപടി ഉണ്ടാവും. ഞാൻ മാഷിലേക്ക് വരാം എന്നാണ് വിചാരിക്കുന്നത്. മാഷ് ഊഴത്തിൽ